ഡൽഹിക്ക് പുറമെ ഉത്തരാഖണ്ഡിലും വൻ സുരക്ഷാ ഭീഷണി ഉയർന്നിരിക്കുന്നു. രാജ്യം ഇപ്പോൾ കനത്ത ജാഗ്രതയിലാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാര കേന്ദ്രമായ ദേശീയ തലസ്ഥാനവും ഹൈന്ദവ വിശ്വാസങ്ങളുടെ പുണ്യഭൂമിയായ ഉത്തരാഖണ്ഡും ഒരുപോലെ ഭീകരരുടെ നിഴലിലാണെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും സാംസ്കാരിക പൈതൃകത്തെയും ഒരേ സമയം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള അദൃശ്യ ശക്തികളുടെ നീക്കങ്ങൾക്കെതിരെ സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ രാജ്യത്ത് വലിയ രീതിയിലുള്ള അക്രമങ്ങൾ നടക്കുമെന്ന ഭീഷണി സന്ദേശമാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഡൽഹിയിലെയും ഉത്തരാഖണ്ഡിലെയും പ്രമുഖ ക്ഷേത്രങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പോലീസ് ആസ്ഥാനങ്ങൾ എന്നിവയെല്ലാം ഖലിസ്ഥാനി ഭീകരരുടെ ലക്ഷ്യപ്പട്ടികയിലുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും സുരക്ഷാ ഏജൻസികൾ ചോർത്തിയെടുത്ത ഇമെയിൽ സന്ദേശത്തിൽ പരാമർശമുണ്ട്. ഇതേ തുടർന്ന് ഡൽഹി, ഉത്തരാഖണ്ഡ് പോലീസും കേന്ദ്ര ഏജൻസികളും ജനത്തിരക്കേറിയ സ്ഥലങ്ങളിലും തന്ത്രപ്രധാന മേഖലകളിലും സുരക്ഷാ വലയം ശക്തമാക്കി കഴിഞ്ഞു. ഈ ഭീഷണിക്ക് പിന്നിലെ ഡിജിറ്റൽ ഉറവിടം കണ്ടെത്താൻ സൈബർ വിദഗ്ധർ രാത്രി പകലാക്കി അന്വേഷണം തുടരുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതീവ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കേവലം ഒരു വ്യാജ സന്ദേശമായി ഇതിനെ തള്ളിക്കളയാൻ സുരക്ഷാ ഏജൻസികൾ തയ്യാറല്ല. ഡൽഹി പോലീസ് എല്ലാ പ്രാദേശിക യൂണിറ്റുകൾക്കും കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആരാധനാലയങ്ങളുടെയും യാത്രാ ഹബ്ബുകളുടെയും സുരക്ഷ വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ 24 മണിക്കൂറും നീളുന്ന പെട്രോളിംഗും ആരംഭിച്ചിട്ടുണ്ട്. അദൃശ്യനായ ശത്രുവിനെതിരെ നമ്മുടെ സുരക്ഷാ സൈന്യം അതിശക്തമായ പ്രതിരോധ കോട്ട തീർക്കുമ്പോൾ ആഭ്യന്തരമായി ഉണ്ടാകുന്ന ചില ക്രമസമാധാന ലംഘനങ്ങളും വൻ വെല്ലുവിളിയായി മാറുന്നുണ്ട്. രാജ്യം ഇത്തരമൊരു വലിയ ഭീകരാക്രമണ ഭീഷണി നേരിടുന്ന ഇതേ സാഹചര്യത്തിലാണ് ഉത്തരാഖണ്ഡിൽ ക്രമസമാധാന നില തകർക്കാൻ ചില ആയുധധാരികളായിട്ടുള്ള സിഖ് സംഘങ്ങൾ ശ്രമിക്കുന്നത് എന്നതും ഗൗരവകരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിലും കർണപ്രയാഗിലും പോലീസും നിഹാംഗ് സിഖ് വിഭാഗക്കാരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉടലെടുത്തിരുന്നു. കഴിഞ്ഞ മാസം ഈ നിഹാംഗ് സിഖ് വിഭാഗം തീർത്ഥാടനത്തിനിടയിൽ ഉത്തരാഖണ്ഡിലെ പ്രദേശവാസികളുമായി കയ്യാങ്കളിയിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് കുറച്ച് നിഹാംഗ് സിഖുകാരെ ഉത്തരാഖണ്ഡ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നൂറ്റാണ്ടുകളായി സിഖ് മതത്തെ സംരക്ഷിക്കാൻ എന്ന പേരിൽ നീല സൈനിക വസ്ത്രവും ധരിച്ച് വാളുകളും കുന്തങ്ങളും ഏന്തി എപ്പോഴും നടക്കുന്നവരാണ് ഈ നിഹാംഗ് സിഖ് വിഭാഗം. അതുകൊണ്ട് തന്നെ ഒരു അടിപിടി ഉണ്ടായപ്പോൾ ആയുധങ്ങൾ ഏന്തിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തീർത്ഥാടനത്തിനാണ് വരുന്നതെങ്കിൽ പോലും ഇതുപോലെ വാളും കുന്തവും ഒക്കെ ഏന്തി മതബോധത്തോടെ ഒരു സംസ്ഥാനത്തിലേക്ക് വരുന്നവർ പൊട്ടൻഷ്യൽ സുരക്ഷാ ഭീഷണി തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ഇതേ തുടർന്ന് അറസ്റ്റിലായ തങ്ങളുടെ ആളുകളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട നിഹാംഗ് സംഘങ്ങൾ അതിർത്തികൾ ലംഘിച്ച് വാളും കുന്തവും ഒക്കെ ആയിട്ട് ഉത്തരാഖണ്ഡിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചു. സുരക്ഷാ ഏജൻസികൾക്ക് അതീവ ജാഗ്രതയോടെ ഭീകരവാദ ഭീഷണികളെ ചെറുക്കേണ്ട നിർണായക സമയത്താണ് പോലീസിന്റെ ശ്രദ്ധയും വിലപ്പെട്ട സുരക്ഷാ വിഭവങ്ങളും തിരിച്ചുവിടാൻ നിർബന്ധിതമാക്കുന്ന ഇത്തരം ആഭ്യന്തര സംഘർഷങ്ങൾ കൂടി ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ സിംഹാസനമായിട്ടുള്ള ഡൽഹിയെയും ആത്മീയ ഹൃദയമായിട്ടുള്ള ദേവഭൂമിയെയും ഒരേ സമയം ലക്ഷ്യമിടുന്ന ഈ ഭീഷണിയെ രാജ്യം ഒറ്റക്കെട്ടായിട്ടാണ് ചെറുക്കേണ്ടത്. ആഭ്യന്തരമായ ഭിന്നതകളും നിയമലംഘനങ്ങളും മാറ്റി നിർത്തി രാജ്യത്തിന്റെ കാവൽക്കാരായ സുരക്ഷാ സേനയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകേണ്ട സമയമാണിത്. വൻ ശക്തിയായി വളരുന്ന ഭാരതത്തെ തളർത്താൻ ശ്രമിക്കുന്ന ഏത് അദൃശ്യ ശത്രുവിനെയും തകർക്കാൻ നമ്മുടെ സൈന്യം സജ്ജമാണ്. ഓരോ പൗരന്റെയും ജാഗ്രതയും രാജ്യസ്നേഹവുമാണ് ഈ അടിയന്തര സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. ന്യൂസ് ഡെസ്ക്.